ഹായ് ഫ്രണ്ട്സ്, പലർക്കും മറ്റു വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെത്തിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് ഐഫോൺ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അത് കള്ളോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒന്നും ആയിരുന്നില്ല ആ വീഡിയോ. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഇന്ന് പലർക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. സോ അതുണ്ടായതായിട്ട് അനുഭവം ഞാൻ പറഞ്ഞുതരാം. ലൈഫിൽ നമ്മളിപ്പോൾ കുറച്ച് കസിൻസ് വരെ നമ്മൾ ഒരുമിച്ച് കിടത്തിരിക്കുന്ന സമയത്തായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് ഫോണിലൊരു മെസ്സേജ് വന്നു. ജസ്റ്റ് ആ വന്ന മെസ്സേജിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ വെയിറ്റ്, ഒരു 966 ആദ്യം ഫസ്റ്റ് പ്ലസ് വന്നിട്ട് 966 വന്നിട്ടുള്ള നമ്പറായിരുന്നു. സോ അപ്പോഴും ഞാൻ ചിന്തിച്ചു ഈ നമ്പർ വേറെ ഏതൊരു രാജ്യത്തു നിന്നാണ്. ഓക്കെ, ഞാൻ കരുതിയത് ഫസ്റ്റ് ആമ്പൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ മെസ്സേജ് വന്നിട്ടുള്ളത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിരിക്കും കരുതി. പക്ഷേ അതും അല്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റായിട്ട് ഇട്ട ഒരു റീൽസ് ഉണ്ടായിരുന്നു. ഒരു നല്ല ഒരു ഇതായിരുന്നു. ഞാൻ റീലൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ജസ്റ്റ് റീലൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആ റീലിൽ നിന്നാണ് ഈ ഒരു പരിപാടി എത്തിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു റീലിൽ നിന്ന് ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ വിഷമമൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ആ റീല്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതാണ് ആ റീല്. കണ്ടോ, ഇങ്ങനെ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റീലിൽ നിന്നാണ് അത് സ്റ്റാർട്ടായിട്ടുള്ള ആ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഈ റീല് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രത്യേക എനിക്കും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ളതാണ് ഈ ഒരു റീല്. ഓക്കെ, കാരണം അത് 51K ലൈക്ക് ആയിട്ടുണ്ട് ആ ഒരു റീലിൽ. പിന്നെ 3000 ഷെയറും 413 കമൻസും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ശബ്ദം കുറച്ച് വയ്ക്കാൻ കാരണം നമ്മുടെ ഇത് വരും, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, സോങ് കുറച്ച് വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് ചെയ്യേണ്ട ഒരാൾ മെസ്സേജ് അയച്ചു. ബ്രോയുടെ നമ്പർ എവിടെ നിന്നിട്ട് ചോദിച്ചു പറഞ്ഞു. ഞാൻ എന്ത് പ്ലാൻസ് മേടിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അല്ല, ബ്രോയുടെ റീൽ ക്യൂട്ടാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഒത്തിരി പേര് വിളിച്ചൊക്കെ പേഴ്സണലി പറഞ്ഞായിരുന്നു, ബ്രോ റീൽ സൂപ്പറായിരുന്നു. മെയിൻ വിഷയം ഞാൻ നമ്പർ എൻ്റെ മെയിൻ പേഴ്സണൽ നമ്പറാണ് ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ളത്. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും അതുപോലെ ഇൻസ്റ്റഗ്രാമോ ടെലിഗ്രാം എവിടെയാണെങ്കിലും എൻ്റെ മെയിൻ പേഴ്സണൽ നമ്പറാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് നമ്മളെ അറിയുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ പോലെ ചില സമയത്ത് എടുക്കാൻ പറ്റാറില്ല. ലാസ്റ്റ് മെയ് 1 എൻ്റെ ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേക്ക് പലരും വിഷ് ചെയ്തു. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ചിലർ വിഷ് ചെയ്തത് പോലും കഴിഞ്ഞ വർഷം വിഷ് ചെയ്തത് ഈ വർഷം വിഷ് ചെയ്തതും കിടപ്പുണ്ട്. ഞാൻ അത് ജസ്റ്റ് ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്. അവർ 2 വർഷം വിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അവൻ അതിനുശേഷം അയച്ച മെസ്സേജ് പോലും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് ബിസി എന്നല്ല. നമ്മളിപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു കുറഞ്ഞത് ഒരു 30-40 മെസ്സേജ് വരും. എനിക്ക് ഡെയിലി ഒരു 100 മെസ്സേജ് അടുപ്പിച്ച് വരും. അപ്പോൾ അത്രമാത്രം എൻ്റെ പേഴ്സണൽ നമ്പറിലും ഞാനൊരു ബിസിനസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ടും എല്ലാവരുടെ കയ്യിലും ആയിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഈ ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പേഴ്സണലി എപ്പോഴും പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഞാൻ അത് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ കാര്യം പറയാം. നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓക്കെ, പേഴ്സണലായിട്ട് ഒരാളൊന്ന് സംസാരിച്ചു. അതിനുശേഷം ബാക്കി നടന്ന കാര്യങ്ങൾ നമുക്ക് എൻ്റെ ഫോണിൽ കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഐഫോൺ വേണ്ടേ? ഓക്കെ, നിങ്ങൾക്ക് ഐഫോൺ വേണമെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ ജസ്റ്റ് എൻ്റെ ലോക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു. ജസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കട്ടെ. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഞാൻ എൻ്റെ മെസ്സേജ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ അവർ ഓൺലൈനിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ആ മെസ്സേജ് അയച്ച വ്യക്തി. ഞാൻ നമ്പർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ നമ്പർ കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളുക. ഫസ്റ്റ് ഹലോ, എല്ലാവരും അയക്കുന്ന പോലെ ഹലോ എന്ന് അയച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ കൊള്ളാലോ. അതിനുശേഷം എസ്. ഓക്കെ, അതിനുശേഷം ഗുഡ് മോർണിംഗ്, സുഖമാണോ, ഇതാരാ? അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, ഈ നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രം. ഞാൻ വെച്ച് കുഴപ്പമില്ല, ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം സുഖമാണോ, എന്തെങ്കിലും സൗദിയിൽ മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൗദിയിലേക്കെല്ലാം വില കുറവല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മെസ്സേജ് അയച്ച ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല. ഓഫ്, ഇങ്ങനെ അങ്ങ് വന്നാൽ സോറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ്, വണ്ടികൾ പോകുന്നു, അതിൻ്റെ ശബ്ദമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മുനീർ, നാട്ടിലെ മുനീറാണ്. അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് പോയപ്പോൾ മെസ്സേജ് അയച്ചാൽ ആപ്പിൾ ഫോൺ റേറ്റ് എത്ര? അപ്പോൾ പറഞ്ഞു കുറവാണ്, എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തുള്ള മൊബൈൽ ഫോൺ വേണോ, ഒരു നല്ല ഫ്രണ്ടായിട്ട് പോകണം. ഓക്കെ, എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തു വിടാം. ഞാൻ പറഞ്ഞ iPhone 3+ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചേ. വേണമെങ്കിൽ ഞാൻ കൊടുത്തു വിടാം. ഓക്കെ, ഇപ്പോൾ എവിടെയാണ്? വീട്ടിലാണോ? വീട് ഞാൻ വർക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ്സാണ്, ഞാൻ പോകുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ അളവ് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഷൂ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം അളവ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ച് എനിക്ക് ഫോണില്ലെങ്കിൽ ഒരു ഷൂ എങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ വീണ്ടും അങ്ങ് പോയി. കുറച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളൂ, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ പറ, ഞാൻ തരാം. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും പറയാം. അങ്ങനെ പോയി നോക്കട്ടെ.
അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ, ഒരു ഫോൺ ഷൂ ഞാൻ കൊടുത്തു വിടാം, ഓക്കെ സ്വീകരിക്കുമെങ്കിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നും. ഓക്കെ, അത് കഴിഞ്ഞ് നീ ആദ്യം പോയി സത്യങ്ങൾ ഓക്കെ. അയ്യോ ഇത് വീണ്ടും അവസാനത്തെത്തി, സോറി ഫ്രണ്ട്സ്, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് വരുമ്പോൾ താല്പര്യമുണ്ട് എന്തെങ്കിലും. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഞാൻ വാട്ടറിലില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നോക്കട്ടെ ഒരു ഫോണും ഷൂവും കൊടുത്തു വിടാം, ഒരു സെൽഫി അയക്കാൻ കാണാൻ പറ്റുമോ. ഞാൻ പറഞ്ഞ് അളവിന് വേണ്ടി എൻ്റെ സെൽഫി ഓക്കെ സെൽഫി എന്നപ്പോൾ ഞാൻ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സെൽഫി എന്തോ നമ്മൾ എൻ്റെ യൂട്യൂബിലൊക്കെ ഞാൻ കൂടുതൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സെൽഫി അയച്ചു കൊടുത്തു. ഒരു സെൽഫി ബൂത്തിന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വേറെ അളവ് വലിയ ഓക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കാലേക്ക് ചേർത്ത് വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ എൻ്റെ പാദത്തിൻ്റെ ഫോട്ടോയൊക്കെ 2 കാലം അങ്ങനെ കുറേ എന്തൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഷൂവിൻ്റെ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതുവരെ ഷൂവിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടില്ല. ഇത് ഇപ്പോഴത്തെ ഫോട്ടോ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ, അത് ഞാൻ വേറെ എന്തോ എടുത്ത ഫോട്ടോ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു. എത്ര വയസ്സ്? 27. ഞാൻ ചുമ്മാ എൻ്റെ വയസ്സ് പറഞ്ഞു. ഓക്കെ, അത്രയൊന്നുമില്ല, കണ്ടത് അത്രയും തോന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ എടുത്ത് എന്നിട്ട് വീണ്ടും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അയാളുടെ ഫോട്ടോ. അപ്പോൾ പറഞ്ഞാൽ അതൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഞാനൊരു ഫോട്ടോ കണ്ടു, അതൊരു പഴയ ഫോട്ടോ, വേറെ ആരുടെ ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ. ഞാൻ പഴയ അയച്ചു തരാം. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞോടത്ത് ചുള്ളൻ കുട്ടിയാണല്ലോ. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു വിടാം. ഞാൻ പറഞ്ഞു പകരം എന്ത് വേണം? അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അറിയാമായിരിക്കുമല്ലോ, കൂടുതൽ ഞാൻ പറയണില്ല. അവർ തന്നെ ആ മെസ്സേജിനെ ഞാൻ ഇത് കുറേ ഡിലീറ്റ് ചെയ്തതാണ്, അവർ ഡിലീറ്റ് ചെയ്ത കളഞ്ഞാണ്. ഓക്കെ, ഇത് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ ഇതിനെ ഡിലീറ്റ് ആക്കിയില്ല. പിന്നെ അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് സോ ഞാൻ അവരെ ആരുടെയും ഫ്രണ്ടിലിട്ട് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർ ഒരു സ്വഭാവമല്ലേ, സോ അതുകൊണ്ട് ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ കുറേ ചാറ്റിങ് വന്നു. ഓക്കെ, എനിക്കിതിൽ വിഷമമൊന്നുമില്ല, പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലൊന്ന് ആഗ്രഹിച്ചു പോയി എനിക്ക് ഐഫോൺ കിട്ടുമെന്ന്. പക്ഷേ ഇതിന് മെയിൻ പ്രശ്നം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു. അയാളൊരു നോർമൽ പാവം ആരോ ഒരാളാവാം, പക്ഷേ ചിലയിടത്താണെങ്കിൽ ഇപ്പോൾ അവർ പറയും എടാ ഇപ്പോൾ ഫോണെല്ലാം അയച്ചിട്ടുണ്ട്, കസ്റ്റംസ് പിടിച്ചു എന്നല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കയറ്റി വിട്ട സമയത്ത് ഇവിടെ ഇന്ത്യൻ എംബസി വഴി എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലോട്ട് അയക്കുമ്പോൾ അവിടെ നിന്ന് അവർക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് ഒരു 5000 അല്ലെങ്കിൽ ഒരു 10000 രൂപ നമുക്ക് വിചാരിക്കും 1,40,000 ഫോണാണ്. അപ്പോൾ ഒരു 5000 10,000 രൂപ അവർ പറയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടുക. കാരണം അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വെരിഫൈ ചെയ്ത് അയക്കാൻ പറ്റൂ. സോ ചിലരാണെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ സൗഹൃദ സംഭാഷണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ വിശ്വസിച്ചു ഫ്രീ ആയിട്ട് ഫോൺ തരയില്ലെന്ന് പറഞ്ഞ് നമ്മൾ 40 നമ്മളൊരു വലിയ എമൗണ്ട് ഫോണിന് വേണ്ടി 10,000-20,000 അയച്ചു കൊടുക്കും. പക്ഷേ ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവരെ അതിനുശേഷം കാണാറില്ല. ഓക്കെ, അപ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോയില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ കുറച്ച് ആലോചിച്ചിരുന്നുണ്ട്, വിചാരിച്ചു നമ്മൾ സ്വന്തം പൈസയ്ക്ക് അല്ലാതെ വാങ്ങുന്ന കാര്യം കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് നാട്ടിൽ കുറേ പേരുണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു വിടാൻ വേണ്ടി. അപ്പോൾ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ ആൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു അവസ്ഥ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഫോൺ അയച്ചിറങ്ങി തരാം. ഓക്കെ, അതൊന്നും വരെ കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഫോണും ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് പലയിടത്തും കിട്ടുമെന്ന് പറയും. അതുപോലെ ഗീവ് അവേ ഒക്കെ ശരിയാണ്, ഗീവ് അവേ പലരും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ചിലർ പോലും അതിന് ഒരു കൂടുതൽ പേര് എൻഗേജ് ആവാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. പലരും അത് കറക്റ്റായിട്ടൊന്നും ഫോളോ അപ്പ് ചെയ്യാറില്ല. ഞാനും ഇടയ്ക്ക് ഒരു ഗീവ് അവേ കൊടുത്തപ്പോൾ എനിക്കറിയാം എനിക്ക് പറ്റിയ കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ, കാണിച്ചു തന്നല്ലോ. ഇതുപോലെ ഐഫോൺ തരാമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ പറ്റിച്ചിട്ടുള്ളവരല്ല, യഥാർത്ഥമായിട്ട് ഡയറക്റ്റ് വന്ന് തന്നെ കണ്ട് എനിക്ക് ഗിഫ്റ്റ്സ് തന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ എനിക്കൊരു ലോങ് ജേണി പോയപ്പോൾ അവരുടെ വീടും അവരുടെ പ്ലേസ് എല്ലാം നമുക്ക് തന്ന് അത് നമ്മളെ കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുകയല്ല, ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഈ ചേട്ടനും ചിലപ്പോൾ റിയലായിട്ട് തരാൻ വേണ്ടിയാവാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ തിരിച്ചെന്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് മാനസികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് ചെയ്യുക. ചിലപ്പോൾ എമൗണ്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറയും, ആരും അയച്ചു കൊടുക്കരുത്. നമുക്ക് ഫോൺ വാങ്ങണം, നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, മറ്റേത് നമുക്കൊരു സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ ഇവിടെ കിട്ടാറുള്ളൂ. സോ ഇതുപോലത്തുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇന്നൊരു സൈബർ യുഗമാണ്, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. സോ അതിലൊന്നും വിടാതിരിക്കുക. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.